ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇടയത്താഴത്തിന് എഴുന്നേറ്റേക്കും കേട്ടോ. നമ്മൾ രാവിലെ ഒരു 4:15 എഴുന്നേക്കും. അപ്പോൾ ഇന്നിപ്പോൾ കഴിക്കാൻ പോകുന്നത് നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നൊരു ഫുഡാണ് കേട്ടോ. വല്ല കാലത്തൊക്കെ ഉണ്ടാക്കുന്നൊരു ഫുഡാണ്. മുമ്പ് ഞാൻ റെഗുലറായിട്ട് ആഴ്ചയിലൊരിക്കൽ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അതങ്ങോട്ട് ഡ്രോപ്പായി പോയി. അപ്പോൾ അതിനുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ തലേന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ. റെഡി ആവണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഓർത്തു ഇടത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ റെഡിയാക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ രാവിലെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വരികയാണ് താഴത്തേക്ക്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് മുട്ടപ്പത്തിരിയാണ് കേട്ടോ. പല പേരിൽ പറയാറുണ്ടല്ലേ. ഞങ്ങളിവിടെ മുട്ടപ്പത്തിരി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഈ മുട്ടപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചട്ടി നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഭാഗ്യത്തിന് നന്നായിട്ട് തന്നെ കിട്ടി കേട്ടോ. ഈ സൈഡിൽ ചെറുതായിട്ട് കരിഞ്ഞത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇതിപ്പോൾ ആലിമിന് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 9:30 മണിയായിട്ടുണ്ട്. ഇടയത്താഴത്തിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു, ഓതലൊക്കെ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കിടന്നു. അപ്പോൾ ആലിമിന് അംഗൻവാടി പോകാനായിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അവന് ഇഷ്ടമാണ് കേട്ടോ മുട്ടപ്പത്തിരി. ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആളിങ്ങനെ മൊബൈലൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിമിനെ അംഗൻവാടിയിൽ വിട്ടില്ല കേട്ടോ. എന്ന് വിടാൻ വേണ്ടിയിട്ടാണ് അവനെ റെഡിയാക്കിയത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചെറുതായിട്ടൊരു വയ്യായിക പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് വിടണ്ടാന്ന് വിചാരിച്ച് വിട്ടില്ല. ചെറുതായിട്ടൊരു കോൾഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുട്ടികളുടെ ഒപ്പം പോയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് മെയിൻലി അവനെ വിടാതിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ആലിമിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് അഡീഷണൽ ഫുഡൊന്നുമില്ല. നമ്മൾ ചെറുപയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള വെളുത്തുള്ളി ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാളയും ഒരു കുഞ്ഞ് തക്കാളി ഒരു ഭാഗം എടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയർ അങ്ങനെ നമുക്ക് ഈ നോയമ്പ് സമയത്ത് അങ്ങനെ ഈ പയർ ഐറ്റംസും മുട്ട അതേപോലെ ചിക്കൻ ബീഫ് അതൊക്കെ ആയിരിക്കും മെയിൻലി എല്ലാവരും ഉണ്ടാക്കുക. നമുക്കങ്ങനെ പച്ചക്കറി അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊന്നും കഴിക്കാറില്ല. എല്ലാവരും പലഹാരമാണ് കഴിക്കുന്നത്. നോയമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഒരു 8 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ അങ്ങനെ കഴിക്കാറില്ല. ഇടയത്താഴത്തിനും ഈ ഒരു പലഹാരമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം അതിൽ മഞ്ഞപ്പൊടിയും ചതച്ച മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് പൊടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ ചെയ്തത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്, ചതച്ചെടുത്താണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക ചെറുപയറിന് ചതച്ച മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. പക്ഷെ എനിക്ക് ടീസ്പൂണല്ല ചെറിയൊരു സ്പൂണാണ്. അതെനിക്കൊരു തൃപ്തിയല്ലാണ്ട് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ 2 സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഈ ചതച്ച മുളക് കൂടി ഏകദേശം ഒരു ക്രിസ്പി പോലെ ആകുമ്പോഴേക്കാണ് നമ്മൾ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ലോണം മൊരിഞ്ഞൊക്കെ വരുമല്ലോ. ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറുപയർ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ. ഇന്ന് ഇതിനുണ്ടാക്കുന്നത് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ചാറ് വേണമല്ലോ കുഴച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഡ്രൈ ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ അപ്പമൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനപ്പോൾ കുറച്ചുകൂടി വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയറാണ് ഞാൻ ആദ്യം അങ്ങോട്ട് തീർത്ത് വെച്ചേട്ടോ. സാധാരണ കിച്ചണിൽ കയറുന്നതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടിന്യൂസ് കിച്ചണിൽ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിപ്പം നിൽക്കണമല്ലോ. അപ്പോൾ ഞാനപ്പോൾ ഓർത്തു ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുട്ടിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുട്ടിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിന് ശേഷം കുട്ടികൾ ട്യൂഷന് വന്നു കേട്ടോ. ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേനും ട്യൂഷന് വന്നു. കുട്ടികൾക്കൊക്കെ എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ട്യൂഷനും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ 6 മണിക്ക് ശേഷം ട്യൂഷൻ വിട്ടതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടികൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പുട്ട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ ഒരു മസാലക്കൂട്ട്, മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയ ടൈമിൽ കുറച്ച് ലൂസായിരുന്നു കേട്ടോ ഈ ഒരു കൂട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഈ ബ്രെഡ് പൊടിച്ചതുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ട പോലെ ആക്കിയിട്ട് ആ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും പുരട്ടി നേരെ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടാക്കി വെക്കാനുള്ള മാവ് ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയടിക്ക് തന്നെ ഇതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:10 ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നത് 6:36, 37 കഴിയുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഇതും റെഡിയാവും. നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ സാധാരണ രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒന്നല്ലെങ്കിൽ ബീഫ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചിക്കൻ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിരുന്നതും. ഇതിപ്പോൾ നമ്മൾ വേറൊരു ഐറ്റം, അന്ന് ഞാനൊരു പത്തിരി ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു മൈദപ്പൊടി വെച്ചിട്ട്, അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് ബാക്കി വന്നപ്പോൾ പിറ്റേന്ന് സെയിം തന്നെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആഹിലിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആഹിൽ കഴിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സോസ് എടുത്തിട്ട് അവൻ കഴിക്കുള്ളൂ. സോസോട് കൂടി അവനിത് ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാനേ പറ്റുള്ളൂ. അതാണ് ആകെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെയെന്ന് വെച്ചാൽ അവൻ പള്ളിയിൽ പോയി നോയമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഒരു 7:30 ആകുമ്പോഴാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന സ്നാക്സ് കഴിക്കുന്നത്. അവനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ സ്നാക്സ് കൂടുതലാണ്. സാധാരണ രീതിയിൽ കറക്റ്റായി ഉണ്ടാക്കാറുള്ളൂ. ഓരോരുത്തരുടെ എണ്ണ അനുസരിച്ച് ഉണ്ടാക്കാറുള്ളൂ. ഹസ്ബൻഡ് അങ്ങനെ എണ്ണ ഉള്ള ഐറ്റംസ് കഴിക്കണത് അത്ര ഇഷ്ടമല്ല. മാക്സിമം ഇങ്ങനെയുള്ള ഫുഡ് ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കണ്ടേ, സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം ഇതേപോലെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ. ക്യാരറ്റും മുസമ്പിയൊക്കെ ചേർത്തിട്ടുള്ള ഹസ്ബൻഡ് സ്പെഷ്യൽ ജ്യൂസാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജ്യൂസിൻ്റെ കാര്യങ്ങൾ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ പാലൂതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കും കേട്ടോ. അത് അത്ര അങ്ങോട്ട് അറിയില്ല ഹസ്ബൻഡിന്. ബാക്കി ഇങ്ങനെയുള്ള ജ്യൂസ് ഐറ്റംസൊക്കെ പുള്ളി തന്നെ അങ്ങോട്ട് റെഡി ആക്കിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ മധുരമൊക്കെ കുറവായിരിക്കും. നമ്മളുണ്ടാക്കുന്ന പോലെ മധുരത്തിൽ കൂടുതലൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് പോയി വന്നപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ അന്ന് നമുക്ക് ഫ്രൈയും കൂടി ചെയ്യാം, ഇതിൻ്റെ ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് തന്നെ ചിക്കൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7:30 ആയപ്പോഴത്തേനും ഞങ്ങളിതാ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ചിക്കൻ ആകുമ്പോൾ. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.